ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, അതായത് ഭിന്നസംഖ്യകളുടെ കൂട്ടുന്നതും കുറക്കുന്നതും, സങ്കലനവും വ്യവകലനവും, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രാക്ഷൻസ് എന്താണെന്ന് നമുക്കറിയണം അല്ലേ. എന്താണ് ഫ്രാക്ഷൻസ് മലയാളത്തിൽ ഭിന്നസംഖ്യകൾ അല്ലേ. അപ്പോൾ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അംശം ബൈ ഛേദം എന്ന രീതിയിൽ എഴുതുന്ന സംഖ്യകളെയാണ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. അതായത് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന രൂപത്തിൽ എഴുതാൻ കഴിയുന്ന സംഖ്യകളെയാണ് എന്ത് പറയാ, നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയാം. ഇപ്പൊ രണ്ട് ടൈപ്പിലുള്ള ഫ്രാക്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് പ്രോപ്പർ ഫ്രാക്ഷൻ, മറ്റേത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അതായത് മലയാളത്തിൽ പറഞ്ഞാല് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഭിന്നം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വിഷമഭിന്നം. ഇനി പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാൾ വലുതായ സംഖ്യകളെയാണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാൾ ചെറുതായിരിക്കണം. ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാൾ ചെറുതായ ഫ്രാക്ഷൻസിനെയാണ് എന്ത് പറയാ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ തന്നെ നമുക്ക് എക്സാമ്പിൾ നമ്മുടെ മനസ്സിൽ എന്താ വരിക, 1/2, 2/3 അങ്ങനെയൊക്കെയല്ലേ വരിക. അതെല്ലാം എന്താണ്, പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. തിരിച്ച് ആദ്യം വലിയ സംഖ്യൻ്റെ താഴത്തെ ഡിനോമിനേറ്റർ ചെറിയ സംഖ്യയും പറയുന്നതാണെങ്കിൽ അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ. അപ്പോൾ ഈ പ്രോപ്പർ ഫ്രാക്ഷന്റെ വാല്യൂ എപ്പോഴും ഒന്നിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ. അതേപോലെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ വലുതായിരിക്കും, അതിന്റെ വാല്യൂ ഒന്നിനേക്കാൾ വലുതായിരിക്കും. അതായത് സാധാരണ ഭിന്നം എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ ചെറുതായ ഭിന്നസംഖ്യകളാണ്, ഒന്നിനേക്കാൾ വലുതായ ഭിന്നസംഖ്യകളെയാണ് എന്ത് പറയുന്നത്, നമ്മുടെ വിഷമഭിന്നം എന്നും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി പറ്റും. ഇത് ഒന്ന് പ്രോപ്പർ ഫ്രാക്ഷൻ പഠിച്ചു വെച്ചാൽ നിങ്ങൾ, അപ്പം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് നമുക്ക് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ. പിന്നെ വിഷമഭിന്നം തന്നെയാണ് മിശ്രഭിന്നം എന്ന രൂപത്തിൽ നമ്മൾ എഴുതുന്നത്. അതിനെ മിശ്രഭിന്നം എന്ന ആ പേര് പറയുന്നത് പോലെ തന്നെ അതിനകത്ത് എന്തുണ്ട്, ഒരു പൂർണ്ണസംഖ്യാ ഭാഗവും ഒരു ഭിന്നസംഖ്യാ ഭാഗവും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷന്റെ എക്സാമ്പിൾ 1/2, 3/5, 2/7 എറ്റ്സെട്ര ഇങ്ങനെയാണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ എക്സാമ്പിൾ നമ്മൾ എഴുതിയിരിക്കുന്നത് 3/2, 5/4, 9/7 എറ്റ്സെട്ര. അപ്പൊ ഈ 3/2 എന്നതിന്റെ മിക്സഡ് നമ്പർ ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതാം അതിനെ, അല്ലെങ്കിൽ മിശ്രഭിന്നമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം 3/2 എന്ന് പറഞ്ഞാല് 3യുടെ പകുതി എന്നാണ് അല്ലെ. 3യുടെ പകുതി എത്രയാ? 1/2 അല്ലെ, 1/2 മലയാളത്തിൽ പറഞ്ഞാല്. 3ന്റെ പകുതി 1/2 ആണ്. അപ്പൊ 3/2 എന്നതിനെ നമുക്ക് ഒന്നും ആലോചിക്കാതെ തന്നെ അതിനെ മിശ്രഭിന്നം എഴുതാൻ വേണ്ടി പറ്റും ആണല്ലോ. അപ്പോൾ 3/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതേപോലെ 5/4 എന്ന് പറഞ്ഞാൽ അതിന് 5/4, 5ൽ എത്ര 4 ഉണ്ട്? 1 ഉണ്ട്. അവിടെ ബാക്കി 1 ഉണ്ട്. അപ്പം 1/4 ആണ് 5/4 എന്നതിന്റെ മിക്സഡ് നമ്പർ ഫോം. അപ്പോൾ വിഷമഭിന്നം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ എന്തൊക്കെ എഴുതുന്നത്, മിശ്രഭിന്നാക്കിയിട്ട് എഴുതുന്നത്. അതിന് അതേപോലെ തിരിച്ചു എഴുതാം. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒക്കെ അല്ലേ നിങ്ങൾക്ക്